ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മാർട്ട് ട്യൂബ്. അപ്പോൾ ഇന്ന് നമ്മൾ പ്ലസ് 1 കെമിസ്ട്രിയിലെ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്ററിൻ്റെ മെയിനായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ ഇത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും A+ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ മറ്റ് ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ മെയിനായിട്ട് ഇതിൽ പഠിക്കാൻ വരുന്നത് ക്വാണ്ടം നമ്പേഴ്സിൻ്റെ ആണ്. അതിൻ്റെ കൃത്യമായിട്ട് തന്നെ അതിൻ്റെ പേര് ലൈക്ക് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ, അതൊക്കെ കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാം പഠിക്കാം. അതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിക്കണം. അതിൻ്റെ സിമ്പിളും അത് എന്തിനൊക്കെയാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കൃത്യമായിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ തന്നെ 3 റൂൾസാണ് മെയിനായിട്ട് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. പോളിസ് പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ, ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, അത് 3 നന്നായിട്ട് തന്നെ പഠിക്കാറ് റൂൾസ്. അത് മറന്നു പോകരുത്. അതുപോലെ തന്നെ ലാംഡേൻ്റെ ഒരു പ്രോബ്ലം അത് എന്തായാലും വരുന്നതായിരിക്കും, അതൊന്ന് പഠിക്കാം. അതുപോലെ തന്നെ റൂദർഫോർഡ്, ബോർ, അതിൻ്റെയൊക്കെ അവരൊക്കെ ഒരു മോഡലുണ്ടല്ലോ, അതിൻ്റെയൊക്കെ പോസ്റ്റുലേറ്റ്സും അതുപോലെ തന്നെ ലിമിറ്റേഷൻസും നന്നായിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. പിന്നെ സ്പെക്ട്രൽ ലൈൻസ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ എവിടെയാണത്, ഏത് റേസിലാണത് ഉണ്ടാവുക, അതിൻ്റെയൊക്കെ ഒന്ന് കൃത്യമായിട്ട് പഠിക്കാം. ഇനി ഏറ്റവും എന്തായാലും വരുന്ന എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കോപ്പറിൻ്റെയും ക്രോമിയത്തിൻ്റെയും ആ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് Cu29 C424. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ആ ഒരു ഇതുണ്ടല്ലോ മാക്സിമം സ്റ്റെബിലിറ്റിക്ക് അതിൻ്റെ റീസണും ചോദിക്കുന്നതായിരിക്കും, അതും പഠിക്കാം. അതുപോലെ തന്നെ കനാൽ റേസിൻ്റെ രണ്ട് ഇത് കൂടി പോസ്റ്റലേറ്റ്സ് കൂടി ഒന്ന് പഠിക്കാം. അത്രയും നമുക്കൊരു സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്ന് മെയിനായിട്ട് പഠിക്കാനുള്ളൂ.